നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജിൻസി, ഞാൻ മ്യൂസിക് ടീച്ചറാണ്. നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് സപ്തസ്വരങ്ങളെക്കുറിച്ചാണ്. സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ 7 സ്വരങ്ങൾ. ഈ 7 സ്വരങ്ങളുടെ സ്വരസ്ഥാനങ്ങൾ എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. 7 സ്വരങ്ങൾ എന്ന് വെച്ചാൽ സ, രി, ഗ, മ, പ, ധ, നി. ഇവയൊക്കെയാണ് 7 സ്വരങ്ങൾ എന്ന് പറയുന്നത്. ഈ സാനെ ഇതിന് ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. ഈ സ എന്ന സ്വരത്തിന് ഷഡ്ജം എന്നും, രി എന്ന സ്വരത്തിന് ഋഷഭം എന്നും, ഗായ ഗാന്ധാരം, മ മധ്യമം, പ പഞ്ചമം, ദ ദൈവതം, നി നിഷാദം എന്നിങ്ങനെയുള്ള പേരുകളാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ സപ്തസ്വരങ്ങൾ നമ്മൾ മായാമാളവ ഗൗഡ രാഗത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് 15ാമത്തെ മേളകർത്താരാഗമാണ്. ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഷഡ്ജം, ശുദ്ധ ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കാകളി നിഷാദം എന്നിവയൊക്കെയാണ്. അപ്പം നമുക്കൊന്ന് പാടി നോക്കാം. അപ്പം നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പാടാം. സാ രി ഗ ഇതിനെ നമ്മൾ 1ാം കാലം, 2ാം കാലം, 3ാം കാലം, 4ാം കാലം എന്നിങ്ങനെയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ 1ാം കാലം എന്ന് പറയാൻ നമ്മൾ ഒരടിയിൽ ഒരു സ്വരം, 2ാം കാലം ഒരടിയിൽ 2 സ്വരം, 3ാം കാലം ഒരടിയിൽ എത്ര സ്വരാണ്? 3 സ്വരമല്ല, 4 സ്വരം, 4ാം കാലം ഒരടിയിൽ 8 സ്വരം. ഇങ്ങനെയാണ് പാടുക. അപ്പൊ നമുക്ക് നോക്കാം. സാ രി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. 2ാം കാലം സ രി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ഈ 2ാം കാലത്തിൽ നമ്മൾ ഒരടിയിൽ 2 സ്വരമാണ് പാടിയത്. ഇനി 3ാം കാലം സ രി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ഇതിൽ നമ്മൾ ഒരടിയിൽ 4 സ്വരമാണ് പാടിയത് അല്ലേ? സ രി ഗ മ അല്ലേ? സ രി ഗ മ 4 സ്വരം പാടി. അങ്ങനെയാണ് നമ്മൾ പാടുക. ഇനി 4ാം കാലം ഒരടിയിൽ 8 സ്വരം. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഓക്കെ, ഇനി കർണാടക സംഗീതത്തിൻ്റെ 2ാം ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.